പിന്നെ നമ്മളീ പ്ലോട്ട് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ ഫാമൊക്കെ തുടങ്ങാൻ അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാനൊക്കെ പറ്റിയ നല്ല കിടിലൻ പ്ലോട്ട് തന്നെ കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് മറത്തെങ്കിൽ നമ്മളീ ഒരു വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നേരെ അങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. ആട് ഫാം, കോഴി ഫാം, പന്നി ഫാമൊക്കെ തുടങ്ങാനൊക്കെ പറ്റിയ നല്ല കിടിലൻ പ്ലോട്ടാണ്. അടുത്ത അധികം വീടുകളോ ആൾത്താമസമൊന്നും ഇല്ലാത്തൊരു ഏരിയ കേട്ടോ. ഇനി പ്ലോട്ടിനകത്തുള്ള ആദായമൊക്കെ ഒന്ന് പോയിട്ട് കണ്ടാലോ. നാട്ടിൽ ഏക്കറിന് 45 ലക്ഷം 50 ലക്ഷം ചോദിക്കണം മുതലിന്. ഇവിടെ 3 ഏക്കർ സ്ഥലത്തിന് ഓണർ ചോദിക്കണേ വെറും 43 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന ഒരു 3 ഏക്കർ സ്ഥലം, അതിനകത്ത് ഈ ഒരു വീട് ഉൾപ്പെടെ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ കിടിലൻ ഒരു പ്ലോട്ട് വെറും 43 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീടോ ചില പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തുകൊണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ആ കാണുന്നതാണ് വീട് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ഏരിയയിലുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ ഈ കാണുന്ന റബ്ബർ മരങ്ങളൊക്കെ നോക്കി നല്ല വണ്ണം, നല്ല അടിപൊളിയായിട്ട് വളരുന്ന നല്ല വണ്ണം വെച്ചിട്ടുള്ള നല്ല മരങ്ങൾ കേട്ടോ. നമ്മളീ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല കൃഷിക്കൊക്കെ പറ്റിയ നല്ല വളക്കൂറുള്ള മണ്ണുള്ള സ്ഥലമാണ്. എന്ത് സാധനം നട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഈ കാണുന്ന മരങ്ങളൊക്കെ നോക്കിയാൽ അല്ല അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കേട്ടോ നോക്കുകയാണ് ഈ കാണുന്ന റബ്ബറൊക്കെ നോക്കി നല്ല അടിപൊളി റബ്ബർ കേട്ടോ. ഇങ്ങനത്തെ ഈ പോയ മരങ്ങളൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വരി. റബ്ബർ മരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇതാക്കണേ 105 ഇനത്തിൽ പെട്ടിട്ടുള്ള അങ്ങോട്ട് നോക്കിയാണ് അടിപൊളി വണ്ണുള്ള മരം. ഇതേപോലത്തെ 300ഓളം മരങ്ങൾ നമ്മൾ ഈ പ്ലോട്ടിനകത്ത് ഉണ്ട് കേട്ടോ. ടാപ്പിംഗ് ഒക്കെ പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ടാപ്പിംഗ് ഒക്കെയാണ്. കണ്ടില്ലേ അടിപൊളിയായിട്ട് ടാപ്പിംഗ് ജാതി മരങ്ങളാണ് നല്ല വണ്ണുള്ള മരങ്ങൾ. ഇതിപ്പോൾ മൊത്തം 300ഓളം മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള. ഇത് മാത്രമല്ല കുറച്ചപ്പുറത്ത് വേറെ മരങ്ങളുണ്ട്, അത് നമുക്ക് കാണട്ടോ. നല്ല ഫിനിഷിംഗ് ടാപ്പിംഗ് എവിടെ ഒരു മുഴയോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടാണ് ടാപ്പിംഗ് ആക്കിയ ഭാഗത്തുള്ള കേട്ടോ. പിന്നെ മഴക്കാലത്ത് ഇതുവരെ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല, ആ ഒരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മൾ ഈ ഒരു മരത്തിന് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരി. നമ്മളെ സ്ഥലത്തിന്റെ അതിര് ഇതാക്കണേ. ഇതാ ഇത് നമ്മളെ സ്ഥലത്തിന്റെ അതിരാണ് ഈ കാണുന്നത്. ഈ ഒരു സൈഡില് ഈ ഒരു സൈഡ് മൊത്തം ഇതേപോലെ ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കണം. അതേപോലെ ചാലെല്ലാം ആക്കിയിട്ട് ഫുള്ള് അങ്ങനെ തല വരെ നമുക്ക് ഒരു നമ്മൾ ഈ ഒരു സൈഡ് മൊത്തം ഇതേപോലെയാണ് അല്ലേ. ചാല് കീറുണ്ട്. അതിലെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ അതിന്റെ ചാരി ഇവിടെ വീടുകളുണ്ട്, അങ്ങോട്ട് 2-3 വീടുകളല്ലാണ്ട്. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കല്ലേ, പോയി നോക്കാം. പിന്നെ നമ്മളിപ്പോ റബ്ബർ എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അടുത്ത ആദായം കാണട്ടോ. റബ്ബറൊക്കെ നല്ല അടിപൊളി റബ്ബറുകളല്ലേ. എണ്ണം കാഴ്ച മുതൽ റബ്ബറുകളുണ്ട്. ഇനി അടുത്ത ആദായം കാണിച്ചതാക്കണം തെങ്ങുകളുണ്ട്. നമ്മളൊരു പ്ലോട്ട് അത് ഏകദേശം ഒരു 40ഓളം തെങ്ങുകൾ, നല്ല കായ്ക്കണ തെങ്ങുകളുണ്ട് കേട്ടോ. ഒക്കെ നല്ല രീതിക്ക് നല്ല കായ പിടിക്കുന്ന തെങ്ങുകളാണ്. ഇനി ഇങ്ങോട്ട് നോക്കിയാണ് ഇനി ഇതാക്കണേ പ്ലാവ് ഉണ്ട്. ഇതാ ഇതേപോലത്തെ ഇഷ്ടംപോലെ പ്ലാവ് നമ്മളെ പറമ്പിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ ഉണ്ട്. ഒക്കെ നല്ല കായ്ക്കണ പ്ലാവിനെ കേട്ടോ. അതേമാതിരി ഇതാ മാവാണ് ആ കാണുന്നത്. ഇതൊരു മാവാണ്, അതൊരു മാവാണ്. പിന്നെ അവിടെ ആക്കണ വലിയൊരു മാവ് കാണുന്നു. മാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടോ. കഴിഞ്ഞ തവണ ആയിരിക്കും മാങ്ങ 10 കിൻഡൽ മാങ്ങയാണ് അവർ 2 മാവേന്ന് വിറ്റിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾ നോക്കിയാണ് തെങ്ങ് കായ്ച്ച് കിടക്കണൊക്കെ ഉണ്ടോ. നല്ല രീതിക്ക് കായ്ക്കണ തെങ്ങുകളാണ് കേട്ടോ. ഇനിതാ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചാമ്പയ്ക്കേൻ്റെ മരമാണ് ഈ കാണുന്നത്. വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോ കായൊക്കെ പറിച്ച് കൊടുക്കാൻ, നമുക്കാണെങ്കിലൊക്കെ പറിച്ച് തിന്നാനൊക്കെ ചാമ്പയ്ക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടണം. പിന്നെ ഇതാക്കണ് കൊക്കോയാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 10-15ഓളം കൊക്കോയും ഉണ്ട് നമ്മളെ ഈ പ്ലോട്ടിനകത്ത് കേട്ടോ. കൊക്കോയൊക്കെ അത്യാവശ്യം നല്ലോണം കായൊക്കെ പിടിക്കണം തന്നെയാണ് അല്ലേ. അതെ. ഇനി ഇങ്ങോട്ട് വരും. ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് എന്ത് സാധനം നട്ട് കഴിഞ്ഞാലും നല്ല രീതിക്ക് ഉണ്ടാവും, നല്ല വളക്കൂറുള്ള മണ്ണാണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേന്നോ. അതിനുള്ളൊരു തെളിവ് കാണിച്ചു കേട്ടോ. ഇവിടെ നോക്കിക്കോ നിങ്ങൾ. ഇതുണ്ടോ സപ്പോട്ടമരാണ് ഈ കാണുന്നത്. അതിൽ കായ പിടിച്ചാണ്ടങ്ങൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. നല്ല കുനാന്ന് പറഞ്ഞിട്ട് കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എന്ത് സാധനം കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലോട്ടിനകത്ത് ഉണ്ടാവും എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾക്ക് കാണിച്ചത്. കർഷകനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലോട്ട് വിട്ടുകളയാൻ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് വന്നിട്ട് എടുക്കാൻ നോക്കിക്കോളൂ. കൃഷി ചെയ്യാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് നല്ല പൊന്ന് വിളയിക്കട്ടോ. ഇനി നമുക്ക് അടുത്തതാക്കുന്നത് ഇവിടെ കാപ്പിയാണ് ഈ കാണുന്നത്. വീട്ടിലേക്ക് ആവശ്യമുള്ള കാപ്പീൻ്റെ പൊടിക്കെല്ലാം നമുക്ക് ഇതേ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത തന്നെ നമുക്ക് കാണേണ്ട വീടാണ്. ഇനി വീട് പോയി കാണിച്ചെടുത്താലോ? വീടാണ് കാണിക്കാം, ഞാൻ പോയി കാണാം നമുക്ക്. അപ്പോൾ നമ്മളീ ഒരു പ്ലോട്ട് എവിടെ വരുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ കുടിയാൻമല ടൗണിന് ഏകദേശം 2.5 കിലോമീറ്റർ അകലത്തിൽ നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജും നടുവിലാണ്. അതുപോലെ തന്നെ തളിപ്പറമ്പ് താലൂക്കിലും പെട്ടുള്ള സ്ഥലം കേട്ടോ. ഇനി നമുക്ക് ഈ വീടൊന്ന് പോയിട്ട് കണ്ടാലോ? വീടൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ആയിക്കോട്ടെ. അടിപൊളി ഒരു വീട് അല്ലേ. അതെ. അപ്പൊ നമുക്ക് വീട് കാണട്ടോ. പണ്ടത്തെ മോഡലിലെ പഴയ തറവാട് വീടാണ് കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ് അല്ലേ. അടിപൊളി ആംബിയൻസ് ഉള്ള അടിപൊളി ഒരു വീട് അല്ലേ. ഓപ്പൺ സിറ്റ് ഔട്ട് ആണ്. ഇനിയിപ്പോ നമുക്ക് സിറ്റ് ഔട്ടിൽ ഇവിടെ ഇരുന്നാൽ തന്നെ അങ്ങോട്ട് നല്ല കാഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ.
ഇപ്പൊ ഫുള്ള് ഇങ്ങനെ പച്ചപ്പായോണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണുന്നത്. ഫുള്ള് നല്ല പച്ചപ്പും നല്ലൊരു തണുപ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു സ്ഥലമാണ് അല്ലേ. അടിപൊളി റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ തുടങ്ങുന്നൊക്കെ നല്ല കിടിലന്നെ ആയിരിക്കും ഇവിടെ കേട്ടോ. നമ്മളൊരു വീടിന് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. ഇനി നമുക്ക് റൂമുകളും കാര്യങ്ങളും അകത്തെ സൗകര്യങ്ങളും മൊത്തത്തിലൊന്ന് പോയിട്ട് കണ്ടാലോ? മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ വരി, ഇതാണ് നമ്മളെ ആദ്യത്തെ റൂം ഇതാട്ടോ. റൂം നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. പഴയ മോഡൽ വീട്, പഴയ മച്ചും കാര്യങ്ങളൊക്കെ ഉള്ള അതേപോലത്തെ ഓടിട്ട വീടാണ്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള അടിപൊളി സൂപ്പർ വീട് അല്ലെ. നല്ല കളർ പെയിന്റ് ഒക്കെ അടിച്ച് എന്താ പറയാ സിനിമ ഷൂട്ടിങ്ങിനും അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ പറ്റിയ വീടാണ് അല്ലെ. അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ നിലൊക്കെ ഫുള്ള് കാവിട്ടേക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ഫാം ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പണിക്കാരനൊക്കെ കൊണ്ടുവന്ന് നിർത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിനുള്ള വീടും കാര്യങ്ങളൊക്കെയാണ്. അതിനും പറ്റും. അപ്പൊ നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ റൂം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്നും തുറക്കാം, അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ നിന്നും തുറക്കാം. അതെ. അപ്പൊ നമ്മള് ഹാളിലോട്ട് വരുമ്പോൾ ഹാളാണെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ട പോലെ തന്നെ വലിയ ഹാൾ തന്നെയാണ് കേട്ടോ. സാധാരണ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയ ഹാൾ തന്നെയാണ്. ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീട് നല്ല വെട്ടുകല്ലിൽ നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീടിന്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതെ. പിന്നെ മേലൊക്കെ ഫുള്ള് മച്ചാക്കിയിട്ടുള്ള വീടാണ് കേട്ടോ, മച്ചിന്റെ വീടാണ്. ഇനി നമുക്ക് അകത്ത് ഇനി ബാക്കിയുള്ള റൂമുകൾ കാണാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂം ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ റൂം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കണ്ട പോലെ സെയിം റൂം തന്നെയാണ്, വലിയ റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. നല്ല എല്ലാവർക്കും ഒരേപോലെ കാവി ഇട്ടേക്കണാണ്. ഈ റൂമിന് ഇവിടെ അകത്തുനിന്ന് തന്നെ പോകാൻ സൗകര്യത്തിനുള്ളൊരു ബാത്റൂം തന്നെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് അടുത്ത റൂമുകൾ അങ്ങോട്ടാണ് ഉള്ളത് കേട്ടോ. ഈ ഒരു വീടും സ്ഥലം നിങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിയാൻമല എത്തിക്കഴിഞ്ഞാൽ 2.5 കിലോമീറ്റർ ആണ്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസിന് നമുക്ക് കുടിയാൻമല എത്തിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഉണ്ട്, ചർച്ച് ഉണ്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇതിപ്പോ വേറൊരു എന്താ പറയാ ഒരു 2 നാഴിക പോലെ ഒരു ഹാൾ തന്നെയാണ് ഇത് കേട്ടോ. ഇതും നല്ല സൗകര്യം ഉണ്ട്, വലിയ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇതും വേണമെങ്കിൽ റൂം ആക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ മട്ടന്മാർക്ക് നിങ്ങൾ ആക്കട്ടോ. പിന്നെ നമുക്ക് അടുത്ത മൂന്നാമത്തെ റൂം ഇതാ. ഇവിടെ ഇത് നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരാൻ സൗകര്യത്തിനുള്ളതെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നാമത്തെ റൂം. എല്ലാ റൂമുകളും എല്ലായിടത്തും നല്ല സ്ഥല സൗകര്യം ഉള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് അടുക്കളേനോട് ചേർന്നിട്ട് തന്നെ ഉള്ള വേറൊരു വലിയൊരു റൂമായിട്ട് ഇങ്ങനെ ഒരു ഹാളായിട്ട് കിടക്കാം. വേണമെങ്കിൽ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റണം നമുക്കിവിടെ. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാനുള്ള പൈപ്പും അതിനുള്ള കറണ്ടിൻ്റെ സംഭവങ്ങളെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴിയും സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കത്താ. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ എന്നിട്ട് നമുക്ക് ഇവിടെ അരകല്ലെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഡ്രസ് വർക്കെല്ലാം ആക്കിയിട്ട് ഷെഡാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പ്ലോട്ടിന്റെ മുകളിലോട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു വന്ന സ്ഥലം തന്നെയാണ് അല്ലേ. ബാക്ക് സൈഡൊക്കെ നമ്മൾ നേരത്തെ പറമ്പ് മൊത്തത്തിൽ പ്ലോട്ടിലോട്ടുള്ള വരാനുള്ള വഴി സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ. ആദ്യം ഒരു വീട് ഫുൾ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടില്ലേ. നമുക്ക് ഈ വീട് സ്ഥലം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് റോഡ് സൗകര്യം കാണാലോ വെച്ചിട്ടാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ വീടിന്റെ അടുക്കള കേട്ടോ. അടുക്കളൊക്കെ വലിയ അടുക്കള തന്നെയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, വിറകടുപ്പാണ്. ഇവിടെ ഇട്ടൊക്കെ നല്ല സ്ഥല സൗകര്യം ഉണ്ട്. ഇങ്ങോട്ടൊക്കെ പാത്രങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. അതുപോലെ വിറകെല്ലാം വെക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ വലിയൊരു പാതകം ഉണ്ട്. പിന്നെ പാത്രങ്ങൾ വെക്കാനുള്ള റാക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ ആണെങ്കിലും നല്ല വലിയ വർക്ക് ഏരിയ ആണ്. പാത്രം വെക്കാനുള്ള റാക്കെല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ പാതകെല്ലാം ഉണ്ട്. ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം വെക്കാനുള്ള സൗകര്യം ഉണ്ട്. പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. ഇനി വേണമെങ്കിൽ ഇവിടെ അതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാം കേട്ടോ. പിന്നെ റൂഫൊക്കെ ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്ത് ഷീറ്റെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പൊ നല്ല അനുയോജ്യമായുള്ള അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെ. നമുക്ക് കുടിയാൻമല ടൗണിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് കുടിയാൻമല ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ്. എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് കുടിയാൻമല ടൗണിൽ തന്നെയാണ് അല്ലേ. സ്കൂളുണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ചർച്ച് ഉണ്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും കേസ് വന്നാലൊക്കെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് കുടിയാൻമല ടൗണിൽ എത്തിക്കഴിഞ്ഞാലുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു പ്ലോട്ടാണ്. വിട്ടുകളയാൻ നിൽക്കേണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി ഇങ്ങോട്ട് വരാനുള്ള റോഡ് സൗകര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ട നമുക്ക്. അതെ, നമുക്ക് അവൻ കൂടെ ഒന്ന് പോയി കാണിച്ചു കൊടുത്താലോ? കാണിച്ചു കൊടുക്കാം. പിന്നെ ഫാമൊക്കെ തുടങ്ങണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ലെവലായി കിടക്കുന്ന സ്ഥലങ്ങൾ വേണ്ട എടുക്കാൻ. നമ്മൾ ഈ ഒരു പ്ലോട്ടിങ് നോക്കുകയാണ്. ഇവിടെ നല്ല ഒരുവിധം ഫുള്ള് ലെവലായി കിടക്കണം. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരുവിധം കുറെ ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ട് തന്നെയാണല്ലേ. ഈ ഒരു ഏരിയയിൽ ഇതേപോലെ ലെവലായിട്ട് കിടക്കാനുള്ള പ്ലോട്ടുകൾ വളരെ കുറവാണ് അല്ലേ. അതെ, നമ്മളിപ്പോ നിൽക്കുന്ന വീടിന്റെ കുറച്ച് ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തോടൊക്കെ കിടക്കുന്ന ഫുള്ള് ലെവലായി കിടക്കും. കോഴി ഫാമോ ആട് ഫാമോ പന്നി ഫാമോ അതല്ലെങ്കിൽ റിസോർട്ടിന് ടെന്റുകളോ അങ്ങനെ സംഭവങ്ങളൊക്കെ കെട്ടാൻ പറ്റിയ നല്ല ഒരുവിധം ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ട് തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് കണ്ടില്ലെങ്കിൽ നല്ല ലെവൽ തന്നെയാണ് അല്ലേ. ഇനിയിപ്പോ ഫാമോ കോഴി ഫാമോ ആട് ഫാമോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഫാമുകളൊക്കെ തുടങ്ങാന്നൊക്കെ നമുക്ക് ജീപ്പ് നമുക്ക് നമ്മളീ ഒരു പ്ലോട്ടിന്റെ എല്ലാ ഭാഗത്തോട്ടും നമുക്ക് ജീപ്പ് വന്ന് എത്തുകയും ചെയ്യും കേട്ടോ. ഇനി ഇങ്ങോട്ട് വന്ന് നോക്കിയാണ് നിങ്ങൾ, നമ്മളിപ്പോൾ നേരത്തെ കുറച്ച് റബ്ബർ മരങ്ങൾ കാണിച്ചു കൊടുത്തില്ലേ. ഇനി അതിൻ്റെ ബാക്കി കുറച്ച് മരങ്ങളും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വണ്ണം കണ്ടില്ല, കയ്യെത്തില്ല അജാതി മുതൽ അതിൻ്റെ വണ്ണമുള്ള മരങ്ങളാണ്. അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ വലിയ വലിയ മരങ്ങളാണ് കേട്ടോ. ഈ ഒരു മരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കിടിലം മരങ്ങൾ തന്നെയാണ്. പിന്നെ
ഒരു മരം ഇതുവരെ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല. മഴക്കാലത്ത് ഇത്രയും കാലമായിട്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല. ടാപ്പിംഗ് ആക്കിയും നശിപ്പിച്ചിട്ടില്ല. നല്ല പാലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മരങ്ങൾ തന്നെയാണ് അല്ലേ. പിന്നെ ടാപ്പിംഗ് ഒക്കെ കണ്ടില്ല നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എവിടെ ഒരു മുഴയോ കാര്യങ്ങളായിട്ടൊന്നും നശിപ്പിച്ചിട്ടില്ല മരങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു പ്ലോട്ട് മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾ നല്ല നല്ല കൊക്കോ കായാണ് കാണുന്നത്. അതേമാതിരിക്കല്ല പൊന്ന് വീളേക്ക് നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. ഇഷ്ടം പോലെ നിലത്തി അടി കിടക്കുന്നുണ്ട്. ഓണർ ഇവിടെ നാട്ടിലില്ല. അവർക്ക് എന്താ പറയുക നോക്കാനും ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ വിൽക്കുന്നതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതേപോലെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മടിച്ച് നിൽക്കണ്ട, വിളിച്ചോളി. നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്തോട്ട് ജീപ്പ് പോലുള്ള വണ്ടികൾ പിന്നെ നമ്മളെ പ്ലോട്ടിലോട്ട് വരുന്നതാണ് അല്ലേ. അതെ, കയ്യിൽ കായുണ്ടെങ്കിൽ മേടിച്ചിടാൻ നോക്കിക്കോളിട്ടോ. നല്ല കിടുക്കാച്ചി മരങ്ങളാണ് ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള മരങ്ങളാട്ടോ. ഇനി നമുക്ക് പ്ലോട്ട് കാണാം. പിന്നെ ഈ നമുക്ക് ഇനി എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാലി സ്ഥലം നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കിടക്കുന്നുണ്ട്. അതും കൂടി കാണിക്കണം. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യം കൂടി കാണിക്കണം കേട്ടോ. പിന്നെ അതാക്കണേ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വീട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരങ്ങൾ കണ്ടില്ലെങ്കിൽ നല്ല നല്ല കിടുക്കാച്ചി മരങ്ങളാണ്. നല്ല കിണ്ണം കാച്ചി മരങ്ങൾ തന്നെയാണ് അല്ലേ. ഇത് മാവൊക്കെ കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മാങ്ങയൊക്കെ കിട്ടുന്ന മരങ്ങൾ തന്നെയാണ് അല്ലേ. വഴി ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ മൊത്തത്തിൽ അതെ. പിന്നെ നമുക്ക് ഈ കാണുന്ന റോഡാണ് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടി കേട്ടോ. നമുക്ക് ഈ റോഡ് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുടിയാൻമലക്കെല്ലാം പോണ റോഡാണ്. കുടിയാൻമലക്ക് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമുള്ള കേട്ടോ. ജീപ്പ് പോലത്തെ വണ്ടികളാണ് നമ്മളെ പ്ലോട്ടിലോട്ട് പോവുക. ഇപ്പം നിലവിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കോൺക്രീറ്റോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ മുറ്റം വരെ നമുക്ക് പിന്നെ കാർ അടക്കം പോകുന്ന റോഡ് സൗകര്യം, കാറും ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം പോകാനുള്ള സൗകര്യം ആകും ചെയ്യുന്നു കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് പ്ലോട്ട് നമുക്ക് കുറച്ച് ഭാഗം ആ ഒരു ഭാഗത്തോട്ടും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം. സ്ഥലത്തിന്റെ അതിര് നമുക്ക് ഏകദേശം ഇവിടെ ഈ ഭാഗത്താണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ടുണ്ട് സ്ഥലം. ഇനി അങ്ങോട്ട് പോയിട്ട് കാണല്ലേ. അതെ. അപ്പൊ നമുക്ക് നമ്മുടെ പ്ലോട്ടിന്റെ ഈ ഒരു സൈഡിൽ കൂടെ ഒന്ന് പോയിട്ട് കാണാം. ഇവിടെ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് റോഡ് ഉണ്ട്. ഫുള്ള് കട്ടെല്ലാം പാകിയിട്ടുള്ള റോഡാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഈ ഒരു സൈഡിൽ വേറെ ആളുടെ പ്ലോട്ടാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പ്ലോട്ടിന്റെ അതിര് ഈ ഒരു റോഡിനും അതിര് വരുന്നുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് അല്ലേ. അതെ. പിന്നെ നമുക്ക് മൊത്തത്തിൽ എല്ലായിടത്തും നടന്ന് എല്ലാവരും മുക്കുമൂല എല്ലാ ഭാഗങ്ങളും നമ്മൾ ശരിക്കും വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. കുറേ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണ് അതല്ല നിങ്ങൾക്ക് പ്ലോട്ടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. ഈ ഒരു തോട്ടം കണ്ടില്ല നിങ്ങൾ, ഇതാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ റബ്ബറൊക്കെ കണ്ടില്ല നിങ്ങൾ. നല്ല അടിപൊളി റബ്ബർ മരങ്ങളാണ് കേട്ടോ. അങ്ങോട്ട് ഫുള്ള് 300ഓളം റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ തെങ്ങുണ്ട്, പിന്നെ കൊക്കോ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഫാം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ് അല്ലേ. അതെ. ഇനിയിപ്പോൾ നമ്മളൊരു പ്ലോട്ട് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റബ്ബറൊക്കെ ടാപ്പിംഗ് ആക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഷീറ്റ് അടിക്കണ്ടേ, അതിനുള്ള മെഷീൻ വരെ ഇതാക്കണം നമുക്ക് ഇതിനകത്തുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ മെഷീൻ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ എന്താ പറയുക ഷീറ്റ് അടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിനകത്തുണ്ട് അല്ലേ. മെഷീൻ എല്ലാം ഉണ്ട്. പിന്നെ അതായത് നമുക്ക് ഷീറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആളെ ആശ്രയം കൂടാതെ നമുക്ക് നമ്മളെ പറമ്പിൽ തന്നെ ഷീറ്റ് അടിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂടി. ഇപ്പൊ നിലവിൽ നമുക്ക് ഇവിടെ വെള്ളത്തിന്റെ സൗകര്യത്തിന് ഓലിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇപ്പൊ ഒരു കിണറോ അല്ലെ ബോറോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും ചേട്ടാ. വെള്ളമൊക്കെ കിട്ടുന്ന അടിപൊളി ഏരിയ തന്നെയാണ്. നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, കിടിക്കാച്ച് വ്യൂ ആണ്. എവിടെ നിന്ന് നോക്കിയാലും ഈ ഒരു പ്ലോട്ടിന് നമ്മളൊരു പ്ലോട്ടിന്റെ എവിടെ നിന്ന് നോക്കിയാലും നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ്. നല്ല സൈറ്റ് സ്ഥലമാണ്. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ടും കൂടി ഒന്ന് പോയിട്ട് നോക്കട്ടോ. നമുക്ക് അവിടുത്തെ അതിരും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് അവിടുത്തെ അതിരും കൂടി കാണിച്ചു. ഈ മാവൊക്കെ നമ്മളെ പ്ലോട്ടിലുള്ളതാണ്. ഈ ഒരു ഭാഗം ഫുള്ള് നമുക്ക് നമ്മളെ പ്ലോട്ടിലാണ്. ഈ ഒരു ഭാഗം കുറച്ച് എന്താ പറയുക കാലിയായിട്ട് കിടക്കുന്നതാണ്. ഇവിടെ കുറച്ച് സ്ഥലം കാലി സ്ഥലം ഉണ്ട്. അപ്പൊ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കവുങ്ങോ അല്ലെ തെങ്ങ് പറഞ്ഞെങ്കിൽ തെങ്ങ്. അതല്ലാന്നുണ്ടെങ്കിൽ കശുമാവൊക്കെ നടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ കൂടുതലും കശുമാവും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലേ. ഈ ഇപ്പുറത്തെ ഭാഗത്തുള്ളത് ഇത് വേറെ ആളെ പ്ലോട്ടാണ്. അതിനകത്ത് കശുമാവും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ കശുമാവ് നടാം. അതുപോലെ തന്നെ കൊക്കോയോ പിന്നെ കുരുമുളകോ സംഭവങ്ങൾ നടുകയും ചെയ്യാം അല്ലെ. കാപ്പി, കുരുമുളക് എന്ത് വേണേലും നടാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നടാട്ടോ. അപ്പൊ അതിനുള്ള കാലി സ്ഥലം നമുക്ക് ഇവിടെ കുറച്ച് ഭാഗം അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫാം നടത്തണം, ഈ ഒരു ഭാഗത്ത് ഫാം നടത്തണമെങ്കിൽ കാടൊക്കെ വെട്ടിയിട്ടൊന്ന് ഫാമൊക്കെ നടത്തണമെങ്കിൽ അതിനും പറ്റും അല്ലേ. അതെ. വണ്ടി എല്ലായിടത്തോട്ടും വരാനുള്ള റോഡുണ്ട് കേട്ടോ. നമുക്ക് ഇതാ ഈ സൈഡിൽ ഇവിടെ വരെയാണ് വരുന്നത്. നമ്മൾ ഈ ഒരു സൈഡ് അതിൽ നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു ചാലുണ്ടല്ലോ അതിര്, അതാണ് ഇതുവരെ നമ്മളെ പറമ്പിന്റെ ഈ അതിര് വഴിയാണ് പോകുന്നത് കേട്ടോ. ഇതാണ് ആ നേരത്തെ കണ്ട ചാല് കണ്ടത്. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് കിടക്കുന്ന പ്ലോട്ടാണ് നമ്മളത്. മൊത്തം 3 ഏക്കർ പ്ലോട്ട്, അതിനകത്ത് ആ വീടും. അപ്പോൾ ഓണർ ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം
43 ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പടപടയെന്ന് പറഞ്ഞ് വിളിച്ചോളി. ഫാം, ഹോം സ്റ്റേ, റിസോർട്ടുകളൊക്കെ തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ നല്ല എടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ് കേട്ടോ. പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 43 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയിലോ പെട്ട ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ നമ്പർ മുകളിൽ കാണുന്നത് 98 95 18 18 86 ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലോ റിലേഷനിലോ പെട്ട ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങൾ, ഫാമിൻ്റെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ. ബൈ ബൈ.